പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് കേൾക്കാനിടയായത് അല്ലേ? കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുള്ള ആ മോളെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയുടെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളെല്ലാം കവർന്ന്, കുട്ടിയുടെ ആഭരണങ്ങൾ മാത്രമല്ല കവർന്നത്, ആ 10 വയസ്സുള്ള മോളെ പീഡിപ്പിച്ചു ആ വയലിൽ തള്ളി ആ ദുഷ്ടൻ കടന്നളഞ്ഞു. ഇവരൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചതാണോ അതോ മൃഗത്തിനുണ്ടായതാണോ? ചെറിയ മക്കളുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. പടച്ചതമ്പുരാൻ നമ്മളെ മക്കളെയൊക്കെ കാക്കട്ടെ. പടന്നക്കാട് സമീപത്താണ് സംഭവം. പുലർച്ചെ 4:45 മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയതായിരുന്നു. ആ സമയത്താണ് സംഭവം നടന്നത്. അങ്ങനെ കുട്ടിയെ മുറിയിൽ കാണാതായതോടെ പലയിടത്തും ഇവർ തിരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താനായില്ല. വീട്ടിലെ മുറിയിൽ നിന്നും വാ പൊത്തിയാണ് ക്രിമിനൽ കൊണ്ടുപോയത്. അതും 250 കിലോമീറ്റർ ദൂരെ അങ്ങ് അകലെയുള്ള ഒരു വയലിൽ കുട്ടിയുടെ ആഭരണങ്ങളും കവർന്നു കുട്ടിയെ പീഡിപ്പിച്ചു ആ വയലിൽ തള്ളി ക്രിമിനൽ കടന്നു കളയുകയായിരുന്നു. കുട്ടി രാവിലെ ഉണർന്ന് അവിടെ കാണപ്പെട്ട ഒരു വീട്ടിൽ അവിടെയുള്ള ഒരു സ്ത്രീയോട് സംഭവം പറഞ്ഞു. അവർ വീട്ടുകാരെ അറിയിക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. കണ്ണിനും കഴുത്തിനും പരിക്കുള്ള കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുമാത്രമല്ല, ആ ഒരു പ്രദേശത്ത് കുറച്ച് ദിവസമായത്രേ വാതിലുകൾക്കരികിലും ജനാലകളുടെ അരികിലുമായി ഒരു ആൾ രൂപം കുറച്ച് ദിവസമായത്രേ കാണുന്നു. കാൽപെരുമാറ്റവും കേട്ടതായി അവിടുത്തെ പരിസരവാസികൾ പറയുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതൊക്കെ കണ്ടുവെച്ച് ആ പരിസരമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ദുഷ്ടന്മാർ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടാണ്. ചൂടായ കാരണത്താൽ തന്നെ നമ്മൾ വാതിലും ജനാലകളും ഒക്കെ തുറന്നിട്ടാണ് കിടക്കുക. അപ്പം നമ്മുടെ മക്കളെയൊക്കെ പടച്ചവൻ കാക്കട്ടെ. വേറെ ആരോടാണ് നമ്മൾ പറയുക? അപ്പോൾ ഇവനെയൊക്കെ കിട്ടിയാൽ എന്താണ് ചെയ്യുക? എന്താണ് ചെയ്യുക? അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.